എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വാരണാസി ഘാട്ട്സിൻ്റെ ഒരു യാത്രയാണ്. ഘാട്ട് വാക്ക് എന്ന് പറയും. ദശാശ്വമേധ് ഘാട്ട് മുതൽ അസി ഘാട്ട് വരെയും ഉള്ളൊരു യാത്ര. നമുക്ക് അടുത്ത ഘാട്ടാണ് സിന്ധ്യ ഘാട്ട്. എനിക്കൊന്ന് മാധവറാവ് സിന്ധ്യ കമ്മ്യൂണിറ്റീൻ്റെ ഘാട്ടായിരിക്കും ആ സിന്ധ്യ ഘാട്ട്. അതിൻ്റെ മുമ്പിലെ കാഴ്ച എന്ന് വെച്ചാൽ ഒരു ഹൗസ് ബോട്ട് പോലത്തെ ഒരു ബോട്ട്, മനോഹരമായ കാഴ്ച, ഒരു അമ്പലം. സിന്ധ്യ ഘാട്ട് പ്രത്യേക സാധനം ഞാൻ കണ്ട എന്താന്ന് ആർക്കറിയാം. ഘാട്ടാണ് സങ്കട ഘാട്ട്. സങ്കടം ഹിന്ദിയിൽ, മലയാളത്തിൽ സങ്കടം എന്നതാണോ അറിയില്ല. സങ്കട ഘാട്ട് മലയാളത്തിൽ എനിക്ക് തോന്നുന്നത്, ഹിന്ദിയിൽ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമില്ലായ്മ, ദുഃഖം എന്നൊക്കെയാണ്. ഘാട്ടിനെ കുറിച്ചൊരു ഡീറ്റെയിൽസ്. ദിസ് ഘാട്ട് വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ സംവത് 1876 ഉണ്ടാക്കിയതാണ് ബൈ ശ്രീമന്ത് മഹാറാണി കഹാനാഭായ് സാഹിബ് ഗൈക്വാഡ്. പ്രിപ്പയർ പിന്നെ ചെയ്തു ബൈ ഹൈനസ് മഹാശ്രീ സേജറാം ബറോഡ ഇൻ 1923 AD. 1923 തിരിച്ച് അത് ശരിയാക്കി. ഒരുപാട് കൊട്ടാരങ്ങൾ, ഒരുപാട് ഇതുള്ള ഒരു സ്ഥലം തന്നെയാണ് വാരണാസി. അതിൻ്റെ തീരത്ത് തന്നെയാണ് ഗംഗ ഒഴുകുന്നത്. ഇതിൻ്റെ അടുത്ത ഒരു ഘാട്ടാണ്, ഗംഗാ മഹൽ ഘാട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് രാജവംശങ്ങൾ, ഒരുപാട് കൊട്ടാരങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണ്. അവർ സൃഷ്ടിച്ചെടുത്ത ഒരു ഇതാണ് ഈ ഗംഗാതീരത്തിലുള്ള ഘാട്ട്സൊക്കെ. വലിയൊരു കൊട്ടാരം തന്നെ അല്ലേ. എൻ്റെ പൊന്നു, മനോഹരമായ കാഴ്ചകൾ. ഫോറിൻ ടൂറിസ്റ്റേഴ്സാണ് ഇവരുടെ മെയിൻ ടൂറിസത്തിനെ എത്രയധികം ഇതാക്കിയത്. ഇനി അടുത്ത ഘാട്ട് ബോൺസാലെ ഘാട്ട്. ഇതും ഒരു രാജവംശത്തിന് കൊട്ടാരം തന്നെയാണ്. ഇതിൻ്റെ ഈ വാരണാസിയുടെ ഭംഗിയല്ല ഈ കൊട്ടാരത്തെ, ഈ ഇത്രയും കൊട്ടാരങ്ങളുള്ളത് തന്നെയാണ് ഇതിൻ്റെ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതാണ് ബോൺസാലെ ഘാട്ട്. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. എർലിയർ കോഡ് നാഗേശ്വർ. ദ ഘാട്ട് ഈസ് നോൺ ആഫ്റ്റർ ദ ബോൺസാല കിങ്സ് ഓഫ് നാഗ്പൂർ ഹൂ മെയ്ഡ് ഇറ്റ് പക്ക ഇൻ 1780. ദ ചാമിങ് ലക്ഷ്മി നാരായൺ ആൻഡ് രഘുരാജേശ്വർ ടെമ്പിൾസ് and a palace built by the king in 1795 add to the grandeur of this ghat. അപ്പോൾ ഇതൊരു നാഗ്പൂർന്ന് ഉള്ള ഒരു രാജാവ് ഉണ്ടാക്കിയ കൊട്ടാരമാണ്. കോട്ടി എന്ന് തന്നെ പണ്ട് രാജാക്കന്മാർ സൽക്കാരവും മറ്റിതൊക്കെ കൊടുത്തിരുന്ന സ്ഥലങ്ങളാണ്. ഗുലേരിയ കോട്ടി. ഇത് ഘാട്ടിൻ്റെ പേര് അഗ്നീശ്വർ ഘാട്ട് എന്നാണ്. ആ ചെടിയുടെ ഉള്ളിൽ ഒഴിഞ്ഞിട്ടുണ്ട് അഗ്നീശ്വർ ഘാട്ട്. കിടിലം തന്നെയാണ്. എല്ലാം ഇപ്പോൾ ഹോട്ടലായി മാറിയിരിക്കുകയാണ്. വിദേശികളെ വേണ്ടി മൾട്ടി സ്റ്റാർ ഹോട്ടലാണ്. നല്ല റേറ്റാണ് ഇതിനൊക്കെ. 50 ഘാട്ട്സ് ഉണ്ട്, ഒരുപാട് ഘാട്ട്സ് ഉണ്ട്. ഇത് വളരെ ചെറിയൊരു ഘാട്ടാണ് ഗണേഷ് ഘാട്ട്. ഓരോന്നിനും ഓരോ വ്യത്യസ്തതയുള്ളത്. ഘാട്ട്, മേഘ്ത ഘാട്ട് വളരെ എടുത്തെടുത്താണ് ഒരുപാട് ഘാട്ട്സുകൾ. നമ്മളിപ്പോൾ 3 ഘാട്ട് അടുപ്പിച്ച് കണ്ട്. ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഘാട്ടിലുണ്ട്. പണ്ടത്തെ ഒരുപാട് മഹർഷിമാരുടെ ചിത്രങ്ങളൊക്കെ. ഞാൻ ഇവിടെ വന്നിട്ട് മഹർഷിമാരെയും സന്യാസിമാരെയും അങ്ങനെ കണ്ടിട്ടില്ല. അറിയില്ല ഏത് സ്ഥലത്താണ് ഉണ്ടാവുക. മെഹ്ത ഘാട്ട്. അനവധി ഘാട്ട്സ് ഉണ്ട്. എത്ര ആളുകളാണ് ഈ തീരത്തൊക്കെ. നമുക്ക് ഇരുന്ന് ശാന്തമായിരിക്കാം. ഇച്ചിരി വെയിലിപ്പുണ്ട്. കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മൾ ഘാട്ടിലൂടെ ഉള്ള യാത്ര തുടരുകയാണ്. അടുത്ത ഘാട്ടെത്തി രാം ഘാട്ട്. മെഹ്ത ഘാട്ടാണ് ഇപ്പം കണ്ടത്. ഇത് രാം ഘാട്ടാണ്.
എല്ലാം ചെറിയ 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 ഘാട്ട്സാണ് ഇനിയുള്ളത്. ഇനി അറ്റത്ത് നമോ ഘാട്ട് വരെയാണ് ഏറ്റവും വാരണാസിയുടെ ഉള്ളത്. പിന്നെ നമ്മൾ നേരെ തിരിച്ച് പഴയ പോലെ ദേശാശ്വമേധ് ഘാട്ട് എത്തിയിട്ട് തിരിച്ചങ്ങോട്ട് അസി ഘാട്ടിലേക്ക് യാത്ര തുടങ്ങും. ജത്തർ ഘാട്ട്, രാജാ ഗോളെ ഘാട്ട്, 2 ഘാട്ട് ഒരുമിച്ച്. 2 ഘാട്ട്, രാജാ ഗോളിയർ ഘാട്ട്, പിന്നെ ജത്തർ ഘാട്ട്. ഇവരിലിത് ഈ കൊട്ടാരം ആയിട്ട് വെച്ചിരിക്കുകയാണോ അതോ ഇത് ഹോട്ടലായിട്ട് കൺവേർട്ട് ചെയ്തോന്ന് അറിയില്ല. ഗ്വാളിയർ ഘാട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ബാലാജി ഘാട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ബാലാജി ഘാട്ട്. ഇവിടെ കുറച്ച് ഗംഗ കുറച്ച് പവിത്രമായി കാണുന്നുണ്ട്. നല്ല ക്ലീൻ വാട്ടർ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ കയറി ജമ്പ് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു സംഭവമായത്. ശരിക്കും പിന്നെ പൂജ ചെയ്യാനുള്ള ഇതാണ്. ഇതാണ് ബാലാജി ഘാട്ട്. ബാലാജി ഘാട്ടിൻ്റെ ഇതാണ്. എല്ലാം കൊട്ടാരത്തിൻ്റെ തന്നെയാണ്. ഇപ്പം അത് റിസോർട്ടും മറ്റ് ആക്കി മാറ്റി തോന്നുന്നു അവർ. ബാലാജി ഘാട്ട്. ഇതാണ് പഞ്ചഗംഗാ ഘാട്ടാണ്. 5 തീർത്ഥങ്ങൾ ഒരുമിച്ച്, 5 പുഴ ഒരുമിച്ച് സംഗമമുള്ള സ്ഥലം. ഇതിൽ മനോഹരമായ ഇഷ്ടംപോലെ കാഴ്ചയുണ്ട്. ഒന്ന് ഈ മുളവടിയിലെ മുകളിൽ കണ്ടുള്ള കാഴ്ച ഉണ്ടാ, അതെന്താണെന്നുള്ള ഇത്. ഇവിടെ തന്നെ ആളുകൾ കുളിക്കുന്നൊക്കെ ഉണ്ട്. പഞ്ചഗംഗാ ഘാട്ട്, ബിന്ദു മാധവ് ഘാട്ടാണ്. നല്ല രസമുണ്ട് കാഴ്ചയൊക്കെ. ഘാട്ട് ദുർഗാ ഘാട്ട്. അതിൻ്റെയും ഗല്ലികളൊക്കെ നല്ല രസമാണ്. സ്റ്റെപ്സ് ഇങ്ങനെ കയറിപ്പോവാം. കുറേ മഠമുണ്ട്. കവാലി മഠ് എന്താണെന്നറിയില്ല, ആശ്രമമായിരിക്കും. ഘാട്ട് ബ്രഹ്മഘാട്ടാണ്. പെയിൻറ്റിങ് ഞാൻ കണ്ടു. ബുന്ദിപർക്കോട്ട ഘാട്ട് വായിക്കാൻ തന്നെ ചെയ്യുക. ഇത് ഭയങ്കര അടിപൊളി കാഴ്ചയുണ്ട്. പെയിൻറ്റിങ്സ് ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടത് അതേപോലത്തെ പെയിൻറ്റിങ്സ് ഉണ്ട്. കണ്ട എന്താ കളർ കിടിലം പെയിൻറ്റിങ്ങാണ് വരച്ചത്. അതിൻ്റെ പുറമെ ഇതാ സന്യാസിമാരെ കണ്ട്. പിന്നെ ഇതാ മനോഹരമായ ഗംഗാതീരം. ഇതിൽ നല്ല ക്ലീൻ ഉണ്ട്, നല്ല ശാന്തിയുണ്ട്. ഒരുപാട് പേര് ധ്യാനിക്കുന്നൊക്കെ കാണാം. ഇതാണ് ഏകദേശം ഒരു സൈഡിലെ ഘാട്ട്സ് തീർന്നു. നമ്മളെ ഈ സൈഡാണ് പോകുന്നത്. അതായത് വരുണ നദിയെ നമോ ഘാട്ട് എന്നാണ് പറഞ്ഞത്. അതിന് ശേഷം ഘാട്ട്സ് ഇല്ല. അപ്പോൾ അവിടം വരെ പോകും, പിന്നെ തിരിച്ച് നടത്താം. ഇവിടെയൊക്കെ നമുക്ക് നല്ല പീസ് ശാന്തിയുണ്ട്. അതി തിരക്കൊന്നുമില്ല. നല്ലൊരു അപൂർവ കാഴ്ചയാണ്. മത്സ്യത്തിന് കയറി ബോട്ട് പോകുന്ന സൈഡിലൊക്കെ മത്സ്യം. ഇത് ഭംഗിയുള്ള പെയിൻറ്റിങ്സാണ്.